സീബ്ര ക്രോസിംഗുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളെ ഒന്ന് പരിചയപ്പെടാം. സീബ്ര ക്രോസിംഗ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന പെഡസ്ട്രിയൽ ക്രോസിംഗുകളുമായി ബന്ധപ്പെട്ട ചില നിയമവശങ്ങൾ ഇതൊക്കെയാണ്. മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 പ്രകാരം റെഗുലേഷൻ 5E യാതൊരു കാരണവശാലും പെഡസ്ട്രിയൽ ക്രോസിംഗിലുള്ള ഒരു സ്ഥലത്ത് മുൻപിലെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യരുത്. റെഗുലേഷൻ 7(3) പെഡസ്ട്രിയൽ ക്രോസിംഗ് ഇല്ലെങ്കിൽ കൂടിയും റോഡിൽ ഗീവ് വേ സൈനോ സ്റ്റോപ്പ് സൈനോ ഉണ്ടെങ്കിൽ ആ സ്ഥലത്തും റോഡ് മുറിച്ചു കടക്കുന്ന കാൽനട യാത്രക്കാരന് തന്നെയാണ് മുൻഗണന. റെഗുലേഷൻ 39(1) പെഡസ്ട്രിയൽ ക്രോസിംഗിൽ എത്തുമ്പോൾ ഡ്രൈവർ വാഹനത്തിന്റെ വേഗത കുറയ്ക്കുകയും നിർത്തുകയും കാൽനടക്കാരനെ റോഡ് മുറിച്ചു കടക്കാൻ അനുവദിക്കുകയും വേണം. റെഗുലേഷൻ 39(2) റോഡിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ട് വാഹനങ്ങൾ സുഗമമായി നീങ്ങാതെ നിൽക്കുന്ന സമയത്ത് ഡ്രൈവർ ഒരിക്കലും പെഡസ്ട്രിയൽ ക്രോസിംഗിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി നിർത്തി കാൽനടക്കാർക്ക് പെഡസ്ട്രിയൽ ക്രോസിംഗ് ഉപയോഗിക്കുന്നതിന് തടസ്സം നിൽക്കരുത്. കേരള മോട്ടോർ വാഹന ചട്ടം 365(1) പ്രകാരം പെഡസ്ട്രിയൽ ക്രോസിംഗിന് മുമ്പായി വരച്ചിരിക്കുന്ന റോഡിലെ സ്റ്റോപ്പ് ലൈനിൽ വാഹനം നിർത്തുമ്പോൾ യാതൊരു കാരണവശാലും വാഹനത്തിന് മുൻപിൽ തള്ളി നിൽക്കുന്ന യാതൊരു വാഹന ഭാഗവും പെഡസ്ട്രിയൽ ക്രോസിംഗിൽ എത്താൻ പാടുള്ളതല്ല. ഈ നിയമങ്ങളൊക്കെ പാലിക്കാം, നമ്മുടെ യാത്ര കൂടുതൽ സുഗമമാക്കാം. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യാനും ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ മീഡിയ വില്ലേജ് ടെലിവിഷൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.